ദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. ഇന്ന് വൈശാഖമാസം 8-ാം തീയതി. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും നന്മയ്ക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം അഷ്ടമാധ്യായം പാരായണം ചെയ്യുകയാണ്. മാധവപ്രിയമായ വൈശാഖമാസത്തിൽ ധ്യാനശ്ലോകം. ഹരിശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം അത അഷ്ടമോധ്യായഃ. ശ്രുതദേവനാം മുനി തന്നോടു ഭൂമികാലൻ മതിവിഭ്രമം കളഞ്ഞിടുവാൻ ചോദ്യം ചെയ്താൻ. സൂര്യവംശജനാകും ഇക്ഷാകുസുതൻ മുന്നം വാദിദാനത്തെ കിഞ്ചിൽ പോലും ചെയ്യായിക മൂലം ചാതകത്രയോ ജന്മമുണ്ടായിതെന്ന യുക്തി ചേതസി മൊഴി പോലെ ബോധിപ്പിച്ചു നീ. സാരമാം സാധു സേവ ചെയ്യായിക മൂലം പിന്നെ സാരമേയമായി ജനിച്ചിരിനാനെന്ന വാക്യം ഏതുമേ മമ ഹൃദി ബോധിക്കുന്നില്ല. ഇതം പാതകം കാരണമെന്നു തോന്നിയിടും കേട്ടാൽ സാധുദോഷത്താൽ നാശ ദുഷ്കൃതിയാദിയുണ്ടാം. സാധുസേവയാ സർവസമ്പത്തും സിദ്ധിച്ചിടും. ഭൂദേവോത്തന്മാരെ പൂജിച്ചില്ല എന്നേയുള്ളൂ. ഭൂതലാധിപനൊട്ടും ദോഷവും ചെയ്തില്ലല്ലോ. ഏതുകൂടാതെ ബാധിക്കുന്നതെന്തയോ പാപം വിധിയുണ്ടുള്ളിൽ മമ ദുശ്ചേദ്യമോദിടുവാൻ. കാരണം കൂടാതെ ഭൂനായകൻ ദുര്യോനിയിൽ ചേരുവാനുള്ള ബന്ധം എന്തെന്നു അരുൾ ചെയ്യുക. മന്നവ വാക്യം കേട്ടു ധന്യനാം മുനീവരൻ മന്ദഹാസവും ചെയ്തു മന്ദമിങ്ങനെ ചൊന്നാൻ. നന്നു നന്നെടോ തവ ചോദ്യം ദുശ്ചോദ്യമല്ല. സന്ദേഹം തീർന്നിടുവാൻ ഇന്നും കേടൊരു കഥ. ഭഗവൽ കഥാജാലം ഇങ്ങനെ ചൊല്ലിടുകിൽ ഭഗവൽ ഭക്തന്മാർക്കും കേൾപ്പതിനിച്ഛയുണ്ടാം. ഭഗവൽ പ്രീതി കൊണ്ടേ ശോഭിപ്പൂ സകലവും. ഭഗവൻ പ്രസീദമേ സതതം നമോസ്തുതേ. വാഗ്ഭംഗിയില്ല, ചൊൽവാൻ ബുദ്ധിശക്തിയുമില്ല. കേൾക്കണമെന്നു തവ വാഞ്ചിയുമറിയിക്കാം. വിശ്വകാരണൻ വിശ്വവിഗ്രഹൻ വിശ്വാത്മകൻ ശാശ്വതനായ ശംഭു ഭഗവാൻ ഭക്തപ്രിയൻ. വിശ്വമോഹിനിയായ ദേവിയോം ശിവയോടും വിശ്വാസമോടും അരുൾ ചെയ്തൊരു കഥാസാരം. ഇക്കണ്ട വിശ്വമെല്ലാം സൃഷ്ടിച്ചു പുനരീശൻ. ചൊൽക്കൊണ്ട മര്യാദ ഭേദങ്ങളും കൽപ്പിച്ചിതു. ഐഹികേ പരലോകേ മുമ്മൂന്നു വിധം സേവ ദേഹികൾക്കുചിതമായി കൽപ്പിച്ചു മുന്നേ നാഥൻ. ഔഷധ സേവ ജലസേവയുമന്ന സേവ യേശദേഹിനാം ഭൂയോ രക്ഷാർത്ഥമിഹ ലോകേ. സാധുസേവയും വിഷ്ണു സേവയും ധർമ്മമാർഗം സാദര സേവ മൂന്നും പരലോകപ്രാപ്തിക്കെടു. ഗൃഹത്തിലിരുന്നാറു സേവ ചെയ്താകീലവൻ ഐഹിക പാരത്രിക സൗഖ്യങ്ങളുണ്ടായി വരും. സാധുക്കൾക്കിഷ്ടമായതെങ്കിലും ചില നേരം ചേതസി ദുസ്സഹമായി വന്നുപോകുകീലതും. ക്ഷിപ്രമാപത്തു വരുമെന്നു ധരിച്ചാലും മപ്രിയമെന്നാൽ പുനരെന്തിനു ചൊല്ലിയിടുന്നു. കേൾക്ക നീ എങ്കിൽ ഉദാഹരണ മാത്ര ചൊല്ലാം. ദുഃഖപാപങ്ങൾ തീരും സൽക്കഥ കേട്ടിടുകിൽ. ദക്ഷനാം പ്രജാപതി പണ്ടൊരു കാലം യാഗാൽ കൊണ്ടു കർമ്മം ആരംഭിച്ചതു നേരം. തന്നെ സുധാകാന്തനാകിയ മഹാദേവൻ തന്നെയും ക്ഷണിക്കണമെന്നോർത്തു പുറപ്പെട്ടു. കൈലാസാചലം പ്രാപിച്ചുടനെ മുഖാദക്ഷൻ കാലവൈരിയാം ദേവൻ തന്നെ പാർശ്വം മുക്കാൻ. വന്ന ദക്ഷനെ കണ്ടു ലേഖശനുമാകാന്തൻ
തന്നുള്ളിൽ നിരൂപിച്ചു നിഖില ശാസ്ത്രാർത്ഥങ്ങൾ. ചന്ദ്രോഗമ്യനായുള്ള ഞാൻ പരമാർത്ഥമോർത്താൽ ചന്ദ്രേന്ദ്രാദികൾക്കെല്ലാം ഗുരുജ്ഞാനതു കൊണ്ടും നിത്യരാം ജനങ്ങളെ കണ്ടെഴുന്നേൽക്കുന്നാകിൽ ബുദ്ധർക്കും ദോഷമതീനാതിന്നു ശാസ്ത്രവിധി. തപസ്സും പുനജ്ഞാനം വയസ്സും വിദ്യാപനം നൃപതേ സ്ഥാനം ബലം കുലമുഖ്യത പിന്നെ എന്നിവ തന്നിലേറ്റമുള്ളവൻ തന്നെ കണ്ടാൽ ബന്ധനോത്ഥാനാദികൾ ചെയ്യാഞ്ഞാലുണ്ടു ദോഷം. ഇച്ചൊന്ന വസ്തുക്കളിലധികം ദക്ഷനേതും നിശ്ചയമില്ലേ എന്നാൽ ഞാൻ ഉത്ഥാനം ചെയ്താകിലോ മത്സതി തന്നിക്കുണ്ടാമശുഭമെന്നോത്തീശൻ കൽസദാ പൂജനീതും ഇളകാതിരുന്നിതു. നിശ്ചലനായിടുന്നോരീശ്വരൻ തന്നെ കണ്ടു വാചകോ ഭക്തി ദക്ഷനുച്ചത്തിൽ ഏവം ചൊന്നാൻ. ഗുരുവാമെന്നെ കണ്ടു ബഹുമാനം കൂടാതെ മരുഭൂമിവ നദി ഗർഭിതശീലനേക്കം അകൃത പുണ്യനിവൻ ദരിദ്രനെന്നുള്ളതും ഉടുപ്പാനില്ല വസ്ത്രം ചർമ്മങ്ങളൊഴിഞ്ഞതും നടപ്പാനരുതാതു മുതുകൂറ്റനു ഉണ്ട് എല്ലുകൾ സർപ്പങ്ങൾക്കും നല്ല ഭൂഷണമത്രേ. ഭടന്മാർ അയുള്ളതെല്ലാം പൈശാചമുദഗണം ചുടലക്കളം തന്നിൽ കളിയാടുക ശീലം. നന്നിവനുടെ പോക്കും വൃത്തിയും പാർത്താൽ മുന്നമേ അറിഞ്ഞില്ല ഞാനയ്യോ കഷ്ടം കഷ്ടം. മോഷനാമുക നിന്റെ മകളെ കൊടുത്തേ ഞാൻ ഏഷണി കൂട്ടിയിടുന്ന നാരദൻ വാക്കിനാലേ ശുദ്ധിക്കും വന്നുകൂടും ശുദ്ധമാം അൽഭാജനം ചണ്ടാളൻ തൊട്ട പോലെ. ഇത്തരം പ്രജാപതി പറഞ്ഞു നടകൊണ്ടു യാത്ര ചൊല്ലാതെ ക്ഷണിക്കുന്നതോ വരായല്ലോ. തന്നുടെ പുരമ്പുക്കു ഘോഷിച്ചു മഹാത്യാഗം ധന്യന്മാരായ മുനിവൃത്തത്തോടാരംഭിച്ചു. ഉന്നത ബുദ്ധ്യാതുടങ്ങിരിനാദ്രിമൂർത്തികൾ ഇനിയെ സർവദേവന്മാരുടൻ തത്ര വന്നു. തൽക്കാലേ സതീദേവി സാന്ദ്രകൗതുകം നിജ മുഖ്യരാം ബന്ധുക്കളെ കണ്ണുതീരിച്ചയോടെ യാത്രാരംഭത്തെ കണ്ടു സാദരം മഹാദേവൻ കാർത്തിമ്പാണിയാം സതീദേവിയോടരുൾ ചെയ്താൻ. സാദരം ക്ഷണിയാതെ ചെല്ലുവാൻ യോഗ്യമല്ല കാതര വിലോചനെ പിന്നെയും വിശേഷിച്ചു. സാധനാം പ്രജാപതി താനത്ര വന്നില്ലയോ വീരവാദന നമ്മെ നിന്ദിച്ചു പോയാനല്ലോ. അങ്ങനെയുള്ള ജനകത്തിനു തിങ്ങിനിറങ്ങി മംഗളശീലെ ചെന്നാൽ വല്ലതും നിന്നയോടെ ചൊല്ലിയിടും പിതാവപ്പോൾ വല്ലായ്മ വല്ലഭനായ ജഗദീശ്വരും നല്ലതല്ലിക്കാലം പോകുന്നതു കേട്ടവാറേ. ഭർത്താവിൻ മൊഴി സത്യമെന്നുള്ളിൽ ധരിച്ചിട്ടു ചിത്തത്തിൽ കർമ്മ ക്ഷമാവരാ വരവർണ്ണിനെ പുനരാശയാ പുറപ്പെട്ടു വരുവാനുള്ളതെല്ലാം വരുമെന്നോർത്തുനാഥൻ. തരുണിമണി സതി തന്നുടെ യാത്ര കണ്ടു സരസാഭൂത പ്രേത പൈശാച ബഹുസംഗം തുണയായതു കണ്ടു ശുഭമുക്താനും ഗുണവാരിധി ദേവി സവിതേ ചെന്നു നിന്നു. വാഹനമേറി മഹാദേവിയും എഴുന്നള്ളി മോഹനരുവി ദക്ഷമന്ദിരം മകം പുക്കും. വണ്ടളി കുഴലാളാം ദേവിയെ ബന്ധുവർഗം കണ്ട നേരത്തു മൗനം പൂണ്ടിരുന്നൊരു ശേഷം കുണ്ടതയെല്ലാം ഉള്ളിൽ മറച്ചു പിതാവിനെ കണ്ടുകൊള്ളുവാൻ യാഗമണ്ഡപോത്തരദേശേ. ഇണ്ടൽപൂണ്ടോടും നേരം നിന്നിതു മഹാദേവി കണ്ടവരാരുമേതും മിണ്ടാതെ നിന്നുകൊണ്ടാർ. വിദ്രുമകാരി സതീയാഗവും കണ്ടു രുദ്രാഹൂതി തൻ വിട്ടു മറ്റുള്ളാഹുതികളും വിദ്രുതം കോപം പൂണ്ടു ചൊല്ലിനാൾ സതീദേവി ഭദ്രമെത്രയും ഭദ്രം ഇസ്സഭാവാസി ജനം. പണ്ടേവം രുദ്രാഹൂതി കൂടാതെ യാഗാദികൾ ഉണ്ടോ കണ്ടവർ ചൊല്ലിൽ കേട്ടവരെന്നാകിലും എന്തിനോ വൃഥാകർമ്മം ചെയ്യുന്നു മൂടന്മാരെ അന്തമൽ പിതാവിനും ഭ്രാന്തനെ പറയാവൂ. ചിലർക്കീശ്വരന്മാരിൽ പോലും ഉണ്ടാകും നിന്ദ
പലർക്കും ഒരുപോലെ തോന്നിയ അത്യത്ഭുതം. നന്മമേൽ വരുവാനായി ചെയ്യുന്നവരല്ല നിങ്ങൾ, ഉന്മൂലനാശം വരുത്തിയിടുവാൻ തുടങ്ങുന്നു. ഇങ്ങനെ ദക്ഷാത്മജ ചൊല്ലിന നേരം പൂഷ പൊങ്ങിന നിന്നയോടും ഉച്ചത്തിൽ ചിരിച്ചതു. ഭൃഗുവാമുനി നിജ ശ്മശ്രുക്കളിളക്കിനാൻ ഭഗവൻ നിന്ന ബഹുവിധമായ രോചനൻ. കാട്ടിയിടുന്നോരോ ഗോഷ്ഠി സഞ്ജയൻ കണ്ട നേരം ഒട്ടുമേ സഹിയാഞ്ഞു വല്ലഭോക്തിയും ഓർത്തു. മാനഹാനിയും ലജ്ജ കോപകേലാദി കൊണ്ടും മാനസതാരിൽ സഹിയാഞ്ഞു ദേവിയും അപ്പോൾ യോഗേശനായ നിജ ഭർത്താരം ധ്യാനിച്ചുടൻ യോഗവഗ്നിയിൽ പതിച്ചിടിനാൾ ഭക്തിയോടെ. കണ്ടവരെല്ലാം കഷ്ടം കഷ്ടമെന്നോതും വിധോ കണ്ടിക്കാപ്പുഴലിയും ദഗ്ധയായി വന്നാളല്ലോ. കണ്ടതൽ വൃത്തമെല്ലാം ഭൂതാദി വൃന്ദം നീല കണ്ടനോടൊടിച്ചെന്ന് ഉണർത്തിച്ചു തഥാ. മഹിമയേറും നിജ മഹിഷി വൃത്താന്തങ്ങൾ സഹസാ കേട്ടു കോപം സഹിയാനീതരൻ. ജഡിജിയെടുന്നേറ്റു മൃഡനാം ജടാജുടൻ ജട കൊണ്ടവനീലടിച്ചു കൊണ്ടാനപ്പോൾ. ഘോരസംഹാരരുദ്രൻ തന്നെ കാളതിക്രൂരൻ വീരനാം വീരഭദ്രനുണ്ടായാലതു നേരം. നീലപർവ്വതത്തോടും സദൃശ കായത്തോടും കാലവൈരിയെ കൂകി തൊഴുതു ചൊല്ലിനാൻ. മൂലമെന്തെന്നെ സൃഷ്ടിച്ചിടുവാനിതു കാലം വേലയെന്തെന്നു മരുൾ ചെയ്ത വൈകാതെ വിഭോ. ദക്ഷനെ ഇന്നു കാലലോകത്തിനയക്കേണം, ഇക്ഷണം തന്നെ പോകുന്നപ്പോൾ മോഹീശ്വരൻ. ബാലേന്ദുതരോക്തികൾ കേട്ടവൻ നടകൊണ്ടാൻ പൈശാചഭൂതപ്രേത മുഖ്യസേനകളോടും. ആശുചെന്നിതു യാഗശാലയിൽ വീരഭദ്രൻ നേരിട്ടാസുരാസുര മനുഷ്യന്മാരെ കൊന്നു. ദന്തങ്ങൾ കളഞ്ഞവൻ പാരമായുള്ള കോപം സഹിയാഞ്ഞവൻ പിന്നെ സാരനാളുവിന്റെ ശ്മശ്രുക്കൾ പിടിപെട്ടു. ഈശനെ നിന്നിച്ച നിമിഷ കൂടാതെ പ്രജ്ഞൻ ആശിയും ചൊല്ലിപ്പറിച്ചിടിനാർ ഭൂതങ്ങളും. യാതൊരംഗങ്ങൾ മുന്നം ഇളക്കി ദേവാദികൾ ഖേദങ്ങൾ കദംഗങ്ങൾക്കുണ്ടാക്കി ഭൂതാദികൾ. ഖഡ്ഗചർമ്മങ്ങൾ ധരിച്ചെത്രയും കോപത്തോടെ ഭർഗകിങ്കര ശ്രേഷ്ഠൻ ദക്ഷനെ വധിപ്പാനായി അണഞ്ഞ നേരം മുനിമാരുടെ മന്ത്രശക്യ അണഞ്ഞു കൂടാഞ്ഞവൻ ചിന്തിച്ചു നിൽക്കും നേരം. അറിഞ്ഞു വിരഞ്ഞെഴുന്നള്ളി വീരഭദ്രൻ മറുത്ത ദക്ഷൻ ശിരസ്സറുത്തു ഹോമം ചെയ്താൽ. മറ്റുള്ള ദേവാദികൾ ഓടിപ്പോയി മറഞ്ഞിരുന്നു. തെറ്റന്നു കൈലാസത്തെ പ്രാപിച്ചു ജഗന്നാഥൻ. മരണം വന്നിടാത്ത ജനങ്ങൾ വിരിഞ്ചനെ ശരണം പ്രാപിച്ചുണർത്തിച്ചിരു വാർത്തയെല്ലാം. ശരണാഗതന്മാരോടൊരുമിച്ചാത്മയോനി കരുണാനിധിയാകും ഈശ്വരൻ തന്നെ കണ്ടു. സാമൂർത്തി കൊണ്ടു ജഗൽ സ്വാമിയെ ബോധിപ്പിച്ചു. വ്യോമകേശനുമായി യാഗശാലയിൽ ചെന്നു. മേഷശീർഷത്തെ ദക്ഷ കണ്ഠത്തിൽ ചേർത്തു നാഗഭൂഷണൻ ജീവിക്കുന്നു മെരുളി ചെയ്തവാറേ. ദേവകളുടെ ഗുരുവാകിയ ദക്ഷനപ്പോൾ ജീവനം സാധിച്ചിതു വന്ദിച്ചു മഹേശനെ. അജരോമങ്ങൾ കൊണ്ടു മുനിക്കു വസ്തുക്കളും അജിതനായ ശംഭു നിർമ്മിച്ചു ചൊല്ലിയിടിനാൻ. ഭീതി കൂടാതെ യാഗം കഴിക്കെന്നരുൾ ചെയ്തു. നാദനും നിജാലയം പ്രാപിച്ചു മരുവിനാൻ. ഉഗ്രനാം ദേവൻ പിന്നെ ഇന്ദ്രിയജാലങ്ങളെ നിഗ്രഹയുക്തിയോടും ഉന്നാഗവൃക്ഷമൂലെ വിഗ്രഹവും തീർത്തു ബ്രഹ്മചര്യവും ദീക്ഷിച്ചുടൻ. ഉഗ്രമാം തപസ്സു ചെയ്തിരുന്ന കാലം തന്നിൽ യാഗസന്നിധോ മുന്നം ദഹിച്ചു സീതാദേവി. യോഗനീയതോ കാലം ഹിമവത്സുതയായി മേനക ഗർഭേ നിന്നു പിറന്നു. തത്ര സീത ഭാനുമാലനെ പോലെ വളർന്നു തുടങ്ങിനാൾ. താരകാസുരനെന്നു ഘോരമാം തപോബലാൽ പാരിജാസനൻ തന്നോടർത്തിച്ചു വരമേവം. ആരാലും മമ പ്രാണഹാനി വാരാത്ത വണ്ണം സാരമാം വരമരുളേണമെന്നതു കേട്ടോ. സരസ്വീരുഹേശ്വര വൈരിജനൊഴിഞ്ഞുള്ള
സുരാരാൽ വരാമുക്തിവിന്നും അരുൾ ചെയ്തുടൻ പരമേഷ്ടിയും മറഞ്ഞിതു. പരമദുഷ്ടനായ താരകാസുരൻ പിന്നെ നിനച്ച കാര്യമെല്ലാം ഫലിച്ചു നമുക്കിന്നു. നിനച്ചു മനകാലിൽ ജനിച്ച മഹാഗർവാൽ മതിച്ചു ദേവന്മാരെ ജയിച്ചു യുദ്ധേ സർവം മുടക്കി ലോകധർമ്മം തനിച്ചു സാധുക്കളെ തഴച്ച ഗർവം കൊണ്ടു പിടിച്ചു കൊണ്ടുപോന്നു. പിഴച്ച ദാസ്യകർമ്മം അടിച്ചു ചെയ്യിപ്പിച്ചും സാധനം പതിവ്രതമാരുടെ ധർമ്മങ്ങളും വൈദിക കർമ്മങ്ങളും മുടക്കിക്കൊണ്ടാനവൻ വേദന സഖിയാഞ്ഞു സർവദേവന്മാർ ചെന്നു. വേദനായകനോട് വേദനം ചെയ്ത നേരം വേദാവാകിയ നാഥൻ ജനത്തോടും ജനങ്ങളകലുവാൻ ഉപദേശത്തെ ചൊന്നാൻ. ഇന്ദ്രിയ ഗ്രാമം ചന്ദ്രകാന്തകനാകും ചന്ദ്രശേഖരൻ ദുഹീനാചല ശൃംഗാന്തരെ അത്യുഗ്രം തപസ്സു ചെയ്തിരുന്നു നാഥൻ. സത്യമോക്കെടു സതീ ദേവിയുമിതു കാലം തത്രൈവ ഹിമാഗിരി പുത്രിയായി പുംഗവപുത്രിയായി എത്രയും മോഹിനിയായി വളർന്നിരുന്നു ദൃഢം. പാർവതി ശിവന്മാരെ യോജിപ്പിക്കണം തമ്മിൽ സർവനന്ദനല്ലോ താരകൻ തന്നെ കൊല്ലു. ദേവോ ശോഭായ വാക്യമിങ്ങനെ കേട്ട നേരം ദേവന്മാർ സഭാന്തരം പ്രാപിച്ചു ഗുരുവോടും സ്മരിച്ചു ഭക്തിയോടും നാരദമുനിയെയും സ്മരൻ തന്നെയും അപ്പോൾ വന്നാരങ്ങിരുവരും പൂജിച്ചു മുനിയെയും സുരവാർത്തകൾ ഉണർത്തിച്ചു. രാജീവോത്ഭവസുതൻ ഹിമവൽ പാർശ്വം ബുക്കാൻ അഗ്നിനായകനർക്യപാദ്യാദി കൊണ്ടു പൂജിച്ചുത്തമ മുനി ശ്രേഷ്ഠനിരുന്നു തഥാസുഖം. കാലനാശനയുടെ ലീലാഭേദങ്ങൾ മുനി പ്രളയാചലത്തോടങ്ങരുളി ചെയ്ത ശേഷം ബാലികാകുലം ശ്രീധൻ കഥ കേൾപ്പാനായി വന്നോളല്ലോ. കോമളരൂപിയുടെ ലീലാദികൾ കണ്ടു മാമുനി ശരീന്ദ്രനോടരുളി ചെയ്താനേവം. ഭാഗ്യവാനാകും തവ കന്യക ഇവൾ മുന്നും സൽഗുണനിധി സതീ ദേവി എന്നറിക നീ. ഉമാകാന്തൻ ഇക്കാലമത്ര ശൃംഗേ ഉഗ്രമാ തപസ്സോടും വർദ്ധിച്ചിരുന്നു സദാ. ഇന്നിനീ മഹാത്മാവേ നിന്നുടെ മകൾ തന്നെ ദാനം ചെയ്താലും ഭക്ത്യ നന്മകളതുമൂലം വന്നു കൂടിയിടും തവ. നിർമ്മലാത്മാവേ സത്യമെന്നതും ധരിച്ചാലും ബ്രഹ്മജനേവമരുൾ ചെയ്താശു മറഞ്ഞിതു. തന്മകൾ തന്നിൽ പ്രീതി വർദ്ധിച്ചു ഗിരീന്ദ്രനും ഉന്നതമതിമാന കാലം ചൂടാലയെ ചെന്നപ്പോൾ ഇന്ദ്രൻ ബഹുമാനിച്ചു സഭാന്തരെ. എന്തു കാരണമെന്ന് ചിന്തിപ്പാനിന്നു പിന്നെ സന്തോഷം പൂണ്ടുമാരൻ ചോദിച്ച നേരം ഇന്ദ്രൻ ചൊല്ലിനാനതു നേരം മന്മഥൻ തന്നോടേവം. കല്യാണമതേ വീര ചൊല്ലുവാനെല്ലാമെങ്കിൽ ചൊല്ലേഴുരാദേവി പാർവതിയായിട്ടിപ്പോൾ. കല്യാണകാലം വന്നു ബാലികൈ അനുദാരനേത്രൻ തത്ര തപസ്സു ചെയ്തിരുന്നു. തങ്ങളിൽ ചേർത്തിടുവാൻ ശ്രമിക്ക ഭവാനെന്നാൽ താരകൻ തന്നെ കൊന്നു നമ്മുടെ ബാധ തീർപ്പാൻ. വീരനാം ശംഭുപുത്രനൊഴിഞ്ഞില്ലൊരുവനും വസന്താളികളോടും ചരുനീമാവങ്കൽ വസിച്ചു ദേവകാര്യം സാധിപ്പിക്കേണം ഭവാൻ. അങ്ങനെ തന്നെ എന്നു പറഞ്ഞു ഗർവാനുത അങ്കനാസമേതനായി സേനയോടൊരുമിച്ചു ശങ്കര തപോവനം പ്രാപിച്ചു മഹാരഥൻ. ശങ്കമാനസി കുറച്ചീശന്റെ വാമഭാഗെ ഉന്നത വൃക്ഷം മറഞ്ഞ കാലമിരുന്നന്തം സന്നാഹത്തോടു ബാണമെടുത്തു കുലയേറ്റി നിത്യവും ചുറ്റും പാർവതി ദേവി ചിത്തസന്തോഷത്താലൊന്നു വന്നിച്ചു നാദം. പണമയച്ചു കാമദേവൻ ധന്യനിൽ വാത്സല്യമോടധികം മനസ്സുണ്ടായി. രണ്ടുകൈ ചേർത്തു നിറച്ചുള്ള നൽകുസുമങ്ങൾ കൊണ്ടവൾ നീലകണ്ഠൻ തന്നെ പാദാംബുജെ ആരാധിച്ചുടൻ നമസ്കരിച്ച കുമാരി തൻ ഭൂരി സൗന്ദര്യ ഭക്തി വിനയാദികൾ കണ്ടു. പിന്നെയും ഒരു ശരം തൊടുത്തു പഞ്ചബാണൻ തന്നിൽ കിത്തമഴിഞ്ഞു നാഥനപ്പോൾ. എന്തതിൻ മൂലമിന്നു ചിന്തിച്ചു നോക്കും നേരം
ചന്ദാഭാണനെ കണ്ടു കോപിച്ച നേരം തത്ര തന്തിരുമൊഴി തന്നിലൊരിച്ച തീവ്രാഗ്നിയിൽ ബന്ധുവെണ്ണീരായി വന്നു കാമദേവന്റെ ദേഹം. ദേവകൾക്കെല്ലാവർക്കും ദേവിയാം പാർവതിക്കും ഹിതമായുള്ള കർമ്മം ചെയ്തോരു കാമൻ ഹതനായി വന്നാനല്ലോ സന്തതം ചിന്തിക്കുന്നീ. കാലദേശാവസ്ഥകളോർത്തു ചെയ്യാൻ ചാലേവം കാലമേ വന്നു കൂടും ആപത്തെന്നറിഞ്ഞാലും സുപ്രിയമെന്നാകിലും സാധുക്കൾക്കകതാരിൽ വിപ്രയമാകും ചില നേരഭേദത്താലിടു. സാധുസേവയെ ചെയ്തിടായിക കാരണമിടു. മുതലാധിപൻ സാരമേയനായി പിറന്നിടു. ഇച്ചൊന്നൊരിതിഹാസം നിത്യവും കേട്ടുകൊണ്ടാൽ നിശ്ചയം ചിത്തശുദ്ധി വന്നു പാപങ്ങൾ തീരും. അതാഷ്ടമോധ്യായം ചൊന്നീൻ വൈശാഖ മഹാത്മ്യത്തിൻ പുഷ്ടബോധേന കേട്ടുകൊണ്ടാലും ഇനിയും. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യേ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്.